പല പ്രീമിയം പ്രൊഡക്റ്റുകളും നമ്മൾ പരിചയപ്പെടുത്തുമ്പോൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള കമൻ്റാണ്, ഇതേ പ്രൊഡക്റ്റിൻ്റെ സ്ഥാനത്ത് നമുക്ക് കുറഞ്ഞ പ്രൊഡക്റ്റ് ഒരു 10-20 വാങ്ങാം, അല്ലെങ്കിൽ നമ്മുടെ കുറഞ്ഞ പ്രൊഡക്റ്റുകൾ 5-10 മാറ്റുന്ന സ്ഥാനത്ത് ഇത്രയും വില പോലും വരില്ല എന്നുള്ളതൊക്കെ. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ചില പ്രൊഡക്റ്റുകൾ നമ്മുടെ പർപ്പസ് മീറ്റ് ചെയ്യാൻ മാനുഫാക്ചർ ചെയ്യുമ്പോൾ ചില പ്രൊഡക്റ്റുകൾ യൂസർ എക്സ്പീരിയൻസ് കൺസിഡർ ചെയ്താണ് മാനുഫാക്ചർ ചെയ്യപ്പെടുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു യാത്ര ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ നമുക്ക് എല്ലാവർക്കും മാരുതി കാർ മതിയാവും. മറിച്ച് നമ്മുടെ റോൾസ് റോയ്സോ ബെൻസോ ഓഡി പോലുള്ള പ്രീമിയം പ്രൊഡക്റ്റുകൾക്ക് അവിടെ പ്രസക്തി ഇല്ലാതാവും. ഇപ്പോൾ ഞാൻ പേഴ്സണലി എൻ്റെ പല കാര്യങ്ങൾക്കും ഒരു സ്കൂട്ടറിൽ യാത്ര ചെയ്യുന്ന ആളാണ്. ഞാൻ അപ്പോൾ ചിന്തിക്കുന്നത്, ഞാൻ അതിലേക്ക് വേണ്ടി മുടക്കേണ്ടി വരുന്ന പെട്രോളിൻ്റെ ചിലവും അതേപോലെ ട്രാഫിക്കിലൂടെ പോകാനുള്ള എളുപ്പവുമാണ് ഞാൻ ചിന്തിക്കുന്നതെങ്കിൽ, മറ്റൊരാളുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് അനുസരിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു ദൂരയാത്രയിൽ അദ്ദേഹത്തിന് വേണ്ട കംഫർട്ടും അല്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് വേണ്ട സേഫ്റ്റിയുമായിരിക്കും അവരുടെ പ്രയോറിറ്റി. അപ്പോൾ അവരെയും എൻ്റെ ആക്റ്റീവ എന്നുള്ള ചെറിയ കാര്യത്തിലേക്ക് ചുരുക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് എൻ്റേത് മാത്രമായ പ്രശ്നമാണ്. ഇനി നമ്മുടെ പമ്പ് ഫീൽഡിലേക്ക് ചിന്തിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഈ ഒരു യൂസർ എക്സ്പീരിയൻസ് എന്നുള്ളത് കൂടുതലും കണക്റ്റഡ് ആയിട്ടിരിക്കുന്നത് ടെക്നോളജി എന്നൊരു കാര്യത്തോടാണ്. ഇപ്പോൾ ഒരു പമ്പുകളെ തന്നെ സാധാരണ രീതിയിൽ ഓണാക്കുന്നതിന് പകരം സോഫ്റ്റ് സ്റ്റാർട്ട് സിസ്റ്റം, അല്ലെങ്കിൽ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് കറണ്ട് എടുക്കുന്ന രീതിയിലുള്ള VFD സിസ്റ്റം, അല്ലെങ്കിൽ യൂസർ ഫ്രണ്ട്ലി ആയിട്ട് ഈസി ആയിട്ട് നമുക്ക് ആ പമ്പിനെ കൺട്രോൾ ചെയ്യാം എന്നുള്ളതെല്ലാമാണ് ഈ ഒരു പ്രീമിയംനെസ് അല്ലെങ്കിൽ ഒരു പ്രീമിയം ക്വാളിറ്റി എന്നതുകൊണ്ട് പമ്പിൽ ഉദ്ദേശിക്കുന്നതെന്നാണ് എൻ്റെ ഒരു ചെറിയ എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ തന്നെ ബ്രാൻഡഡ് പമ്പ് ആയതുകൊണ്ട് തന്നെ ക്വാളിറ്റി ഇല്ലാത്ത സാധനങ്ങൾ വില കൂട്ടി വിൽക്കുന്നതിനോടും എനിക്ക് യോജിപ്പില്ല. എന്ത് സാധനമാണെന്നുണ്ടെങ്കിലും അത് മാനുഫാക്ചർ ചെയ്തിരിക്കുന്ന അതിൻ്റെ MOC അല്ലെങ്കിൽ മെറ്റീരിയൽ ഓഫ് കൺസ്ട്രക്ഷൻ, അത് പമ്പും ഫീൽഡിൽ പ്രത്യേകിച്ച് അത് എടുക്കുന്ന കറണ്ട്, അത് തരുന്ന ഡിസ്ചാർജ്, അത് എത്ര നാൾ ഈട് നിൽക്കും എന്നുള്ള കാര്യങ്ങളാണ് എപ്പോഴും പ്രയോറിറ്റി. അതുകൊണ്ട് ബ്രാൻഡഡ് സാധനങ്ങളാണ് എന്ന് ഉള്ളത് കൊണ്ട് മാത്രം വില കൂടുതൽ കൊടുത്ത സാധനങ്ങൾ വാങ്ങുന്നതിനോടും എനിക്ക് താല്പര്യമില്ല. ഞാൻ ഈ പറഞ്ഞ ഉദാഹരണങ്ങൾ പോലെ തന്നെ എല്ലാവരും മുകളിലേക്കുള്ള കാര്യങ്ങൾ മാത്രം ചിന്തിക്കുന്നവരാണ്. നിങ്ങളിപ്പോൾ ഉപയോഗിക്കുന്ന ഫോണിനേക്കാളും വില കുറഞ്ഞ ഫോണുകൾ ഉപയോഗിക്കുന്നവരുണ്ടാവും. നിങ്ങളിപ്പോൾ ഉപയോഗിക്കുന്ന വാഹനങ്ങളെക്കാൾ വില കുറഞ്ഞ വാഹനങ്ങൾ ഉപയോഗിക്കുന്നവരുണ്ടാവും. നിങ്ങൾ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ പോലും ഇല്ലാത്ത സൈക്കിളിൽ നടക്കുന്നവരും നടന്നു പോകുന്നവരും ഉണ്ടാവും. അപ്പോൾ എല്ലാവരും അവരവർക്ക് ചേരുന്നതും അവരവർക്ക് ഇണങ്ങുന്നതും അവരുടെ വരുമാനത്തിനനുസരിച്ചുള്ള സാധനങ്ങൾ വാങ്ങുക, അവർക്കുള്ള എക്സ്പീരിയൻസ് കിട്ടുമെന്നാണ് എൻ്റെ പ്രതീക്ഷ.